മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ഗൈഡ് ചെയ്യേണ്ടത് മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അത് ഏത് സിസ്റ്റം എന്നില്ല, എല്ലാ സിസ്റ്റവും അത് അവരുടെ കടമയാണ്. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഏത് മെഡിക്കൽ കോളേജ് ആയിക്കഴിഞ്ഞാലും ആദ്യമേ എന്താണ് ഈ മെഡിക്കൽ സബ്ജക്റ്റ് ഇതെല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളതല്ല. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ അവർക്ക് തന്നെ അറിയത്തില്ല എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ കുടിക്കണമെന്നറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ബേസ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം, നമ്മൾ ഏത് സംഗതി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവലാണ് ഏറ്റവും പ്രധാനം. ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരമാണ് പ്രധാനം. അപ്പം പിന്നെ ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ. അപ്പോൾ ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ ഫുഡ് മസ്റ്റ് ബി അവർ മെഡിസിൻ, മെഡിസിൻ മസ്റ്റ് ബി അവർ ഫുഡ്. നമ്മൾ എന്ത് കഴിക്കും? ഫുഡ് ആയിരിക്കണം നമ്മുടെ മരുന്ന്, മരുന്നായിരിക്കണം. ആയുർവേദം ഇത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതിക് മെഡിസിനും പറയുന്നത്. ആയുർവേദം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിസ്റ്റവും ആയുർവേദത്തിൻ്റെ കീഴിൽ വരും. അപ്പോൾ അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആഹാരത്തിന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആഹാരത്തിൻ്റെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാം. എന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സ് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സിസ്റ്റം എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു സമ്പ്രദായം, വൈദ്യ സമ്പ്രദായം. എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇന്ന് സോക്കേട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി അതിനെപ്പറ്റി 2 വാക്ക് ഞാൻ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ചവച്ചരച്ച് വായിൽ കൂടെ വന്ന് ഇസോഫാഗസ് വഴി ചെറുകുടൽ വന്ന് പിന്നെ അത് വൻകുടൽ വരും. വൻകുടൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദഹനത്തിന് ശേഷം ഇതെല്ലാം ഡം ചെയ്യുന്നത് വൻകുടലിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിൽ നമ്മുടെ മലം കംപ്ലീറ്റ് ഫീസിസ് കംപ്ലീറ്റ് ഒന്നറിയുന്നത് വൻകുടലിലാണ്. പക്ഷേ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ചെയ്തിരിക്കുന്ന വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഈ വൻകുടലിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ മലത്തിൻ്റെ കൂടാണ് നമ്മുടെ വെള്ളം തന്നെ ചെല്ലുന്നത്. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അവിടെ പോയിട്ട് പിന്നെ അത് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മുടെ രക്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വൻകുടലിൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കീപ്പിങ് സെപ്റ്റിക് ടാങ്കാണ് നമ്മുടെ വൻകുടലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അമേരിക്കയിൽ 15 വർഷം റിസർച്ച് ചെയ്തിട്ടാണ് കോളൻ ഹൈഡ്രോതെറാപ്പി എന്നുള്ള ഒരെണ്ണത്തിന് അംഗീകാരം കൊടുത്തത്, FDA. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിത് പറയാം. ഇപ്പോൾ നമ്മുടെ വൻകുടലിൽ ഏകദേശം more than 500 types of bacteria, bacillus, fungus, virus and parasite. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് ആൻഡ് ഡെത്ത് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളൻ, നമ്മുടെ വൻകുടലിനാണ്. ഫ്രം ദി കോളൻ, നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ മറ്റൊരു പാർട്ടിയിൽ നിന്നല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് more than 500 different types of bacteria. അപ്പം നമ്മുടെ ഇതുകൊണ്ട് എന്തെല്ലാം സോക്കേട് വരാം? ഇതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നത് ഇൻഡൈജഷൻ, അമിതമായിട്ടുള്ള ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫെർമെൻറ്റ് ചെയ്തിട്ട് ഗ്യാസ് മേളിലോട്ടും പോകത്തില്ല, ഗ്യാസ് താഴോട്ടാണ് പോകേണ്ടത്. അത് മലബന്ധമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് താഴോട്ടും പോകത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത് ഒരു ശുദ്ധീകരിക്കണമെങ്കിൽ ഈ വൻകുടലിന് ശക്തി ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ഒരു 2 വയസ്സിന് ശേഷം നമുക്ക് ആർക്കും അതില്ല. അതായത് ആഫ്റ്റർ ദി ഏജ് ഓഫ് 2 വി നെവർ ഗെറ്റ് എ നോർമൽ കോളൻ, അല്ലെങ്കിൽ വൻകുടൽ കിട്ടത്തില്ല. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം പ്രകൃതിദത്തമുള്ള ആഹാരം നമ്മൾ 2 വയസ്സിന് ശേഷം കഴിക്കുന്നില്ല. അപ്പോൾ ഒരു കോളൻ്റെ അതായത് വൻകുടലിൻ്റെ ഈ മൂവ്മെൻറ്റ് കൊണ്ടാണ് മലം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു പ്രാവശ്യം പിന്നെ ഫുഡ് കഴിച്ചാൽ 2 പ്രാവശ്യം മലം പോകണം. 2 പ്രാവശ്യം കഴിച്ചാൽ 2ഓ 3ഓ എത്രത്തോളം പോകുന്നു അത്രയും നല്ലതാണ്. പിന്നെ അതുപോലെ വെള്ളം നമുക്ക് വേണ്ടുന്ന ഒരു 4 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് ഒരു 10 ഗ്ലാസ് വെള്ളം, ചെറുതിനാണെങ്കിൽ 15. അത് കുടിക്കുന്നതിനുണ്ട്. ആഹാരത്തിന് അരമണിക്കൂറിന് മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് മുമ്പോ പിൻപോ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ ആഹാര സാധനം വയറ് അരച്ചിട്ട്. ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകൾ പറയും നമുക്ക് എല്ലാ ദിവസവും പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം, ഇത് വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ ഒക്കുന്നില്ല, വോമിറ്റിംഗ് ടെൻഡൻസി, ഉറക്കമില്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻകുടൽ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലീൻ അല്ലെങ്കിൽ ഈ വെള്ളമാണ് നമുക്ക് തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഓക്സിജൻ ലെവൽ കുറയും. അപ്പോൾ അത് ശാരീരികമായിട്ടും
മാനസികമായിട്ടുള്ള സോക്കേട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് പിന്നെ ഓൾ കൈൻഡ്സ് ഓഫ് മെൻ്റൽ ഡിസീസ് ആൻഡ് ഫിസിക്കൽ ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇതേപ്പറ്റി പിന്നെ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇതിനെ ഒരു കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ പറ്റി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ കോളൻ പിന്നെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ അത് നമ്മുടെ വൻകുടലിൽ നമ്മുടെ അവയവത്തിൻ്റെ എല്ലാ അവയവങ്ങളും അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തലച്ചോറിൻ്റെ ഉണ്ട്, പിന്നെ ഹൃദയത്തിൻ്റെ ഉണ്ട്, വയറിൻ്റെ ഉണ്ട്, കുടലിൻ്റെ ഉണ്ട്, പിന്നെ ഈ സെക്സ്വൽ ഓർഗൻസ്, ഇതെല്ലാം എല്ലാ സെൻറ്റേഴ്സും കുടലിലുണ്ട്. ഇതിനി അടുത്തൊരു ഇപ്പോൾ ഓഡിയോ വിഷ്വലായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോൾ ഗ്യാസിൻ്റെയാണ് നമ്മൾ പറഞ്ഞു വെച്ചതും പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള സോക്കേട് ഉണ്ടാകുന്നതിനെ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വഴി ഒഴിവാക്കുക. അതിന് ലേറ്റസ്റ്റ് ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക. പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും കൊണ്ട് പേഷ്യൻറ്റിന് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ബൈപ്പാസ് സർജറി കൊണ്ട് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് എന്നാണ് WHO പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ശതമാനം പോലും പ്രയോജനം ആൻജിയോപ്ലാസ്റ്റി കൊണ്ടുണ്ടാകും, താൽക്കാലികമായിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒരു പെർമനൻറ്റ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ഒഴിവാക്കാവുന്നതും അതുപോലെ തന്നെ സർജറിയുടെ 4 അല്ലെങ്കിൽ 5 ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റ്. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. അപ്പോൾ ഇത് ഒരു വളരെ ചുരുക്കം ആളുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ചുരുക്കം സെൻറ്റേഴ്സേ ചെയ്യുന്നുള്ളൂ. എൻ്റെ സെൻറ്ററിൽ ലേസർ തെറാപ്പി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും എനിക്ക് കുറേ പ്രമാദമായ പേഷ്യൻസ് ഉണ്ട്. ഉദാഹരണം നമ്മുടെ ഫോർമർ പ്രസിഡന്റ് KR നാരായൺ സാറിന് നേരത്തെ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ബൈപ്പാസ് സർജറി ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അത് 5 ബ്ലോക്കായിട്ട് വന്നു. പിന്നെ സർജറി ചെയ്യാൻ ഒക്കത്തില്ല. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സർജറിയാണ്. അപ്പോൾ സർജിക്കൽ കോംപ്ലിക്കേഷൻ പിന്നെ അതുപോലെ എല്ലാ കോംപ്ലിക്കേഷനും അതിന് വരികയും ചെയ്യും. പിന്നെ ഏജിൻ്റെ അനുസരിച്ചും തന്നെ രണ്ടാമത് ചെയ്യാനൊക്കെ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ല് കീറിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഞാനിവിടെ രാഷ്ട്രപതി താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സുഖപ്പെട്ട് പ്രാപിച്ച് പുള്ളി ലോകം മുഴുവൻ പോയി. പിന്നെ മരിച്ചത് മറ്റു പല കാരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മകൻ ചിത്ര പേഷ്യൻ്റായിരുന്നു. പുള്ളിക്ക് ഇതുപോലെ 100% 2 ബ്ലോക്ക് വന്നു. അവർ സർജറി ചെയ്തില്ല. അതിന് പകരം നമ്മളിത് തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്താണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുത്തത്. അദ്ദേഹത്തിന് നല്ല സുഖം പ്രാപിച്ചു. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.